സർവം മായ സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യു ഇഷ്ടമായി? അതിഭീകര സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. യു? ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മലയാളം സംസാരിക്കുന്ന നല്ലൊരു മലയാള സിനിമ. അതായത് എല്ലാം മായാണ്. ഫീൽ ഗുഡ് കാറ്റഗറിയിൽ ഈ വർഷം ഇറങ്ങിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല മേക്കിംഗ് ഉള്ള, നല്ല നറേഷനുള്ള, എല്ലാവരും നന്നായി അഭിനയിച്ച അല്ലേ, അഭിനയം ഫീൽ ആയിട്ടില്ല, അത് വേറെ കാര്യം. അതായത് ഈ നിവിൻ പോളിക്ക് ഒരു കംബാക്ക് എന്ന് പറഞ്ഞ സാധനം കുറച്ചായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ കൃത്യമായിട്ട് നമ്മളെ അഖിൽ സത്യൻ എന്ത് ചെയ്തു, ആ കംബാക്കിനുള്ള ഒരു പ്ലോട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത്. നിവിൻ പോളിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. മുണ്ട്, പച്ചപ്പ്, പിന്നെ കോമഡി. നിവിൻ പോളി പ്ലസ് അജു വർഗീസ് കോംബോ. നിവിൻ പോളിന്റെ തിരിച്ചുവരവിന് ഇതിലും നല്ലൊരു സെറ്റ് അഖിൽ സത്യനെ ഒഴുക്കി കൊടുക്കാനില്ല. അത്രയും കിടിലായിട്ട് ചങ്ങായി ചെയ്തു കൊടുത്തു. കിട്ടിയ ചാൻസ് നിവിനെ ഓരോ ഫ്രെയിമിലും നിവിൻ ഉണ്ടല്ലോ. ആ ഒരു നിവിൻ പോളിന്ന് വാട്ട് മലയാളി എക്സ്പെക്ട്, അയാളതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട്. അതെ, അങ്ങനത്തെ സാധനം, ടൈമിങ്, അതൊക്കെ ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഓഫ് ദ തിങ് ലൈക്ക് ഇതില് ഏറ്റവും വലിയ USP പടം ഫസ്റ്റ് ഹാഫ് മൊത്തം കൊണ്ടുപോയത് ദ കോംബോ, നിവിൻ പോളി ആൻഡ് അജു വർഗീസ്. ഈ കോംബോ ഈ സിനിമയ്ക്ക് ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയി. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ കോംബോ പിടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പടം അത് പിന്നെ നമുക്ക് ഓവർഡോസ് ആയി പോകും. പക്ഷെ അഖിൽ സത്യന് കൃത്യമായിട്ട് ആ കോംബോ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു കോംബോ ഇതിൽ പിടിക്കാൻ പറ്റി. ഇതിലെ നായികേന്റെ ഒപ്പമുള്ള കോംബോ. പക്ഷെ ആ നായിക എങ്ങനെയൊന്നും നമ്മൾ പറയില്ല, എല്ലാം മായയാണ്. നായികന്റെ പേരെന്തായിരുന്നു? റിയ ഷിബു. ഒരു രക്ഷയില്ല. ഒന്നും പറയരുത്, ഡെലുലു. അപ്പൊ അടിപൊളിയായിട്ട് അവര് രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് സീൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇത് ഈ ഒരു മൊത്തം സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസീഷ്യനായിട്ടുള്ള മറ്റേ ഇലക്ട്രിക് ഗിറ്റാറൊക്കെ വായിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സ്ട്രഗ്ലിംഗ് ഇൻ ദ സെൻസ് നിവിൻ പോളിന്റെ ക്യാരക്ടർ എന്താ പറയാ, പണക്കാരായ വീട്ടിലെ ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ചെക്കൻ, ഒരു ബേസിക് സാധനം എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. പിന്നെ ഫാമിലി ഇഷ്യൂസ് അയാളത്, പിന്നെ അയാളുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിൽ ഒരു ഫ്രണ്ട്, നമ്മുടെ അജു വർഗീസിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ പടത്തിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. പലപ്പോഴും മലയാളികൾ നമ്മൾ പല സിനിമയിലും കണ്ടുവന്നിട്ടുള്ള ഒരു തരം സെറ്റപ്പാണ്. ഓക്കെ, അത് ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇഡ്ലി തിന്നുന്ന, ഡാൻസ് കളിക്കുന്ന, ഡ്രസ്സ് മാറ്റുന്ന ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ബട്ട് സ്റ്റിൽ ഇതിലൊരു ഫ്രഷ്നെസ് എന്തായിരുന്നു വെച്ചാൽ ഇതിന്റെ നറേഷനാണ്. എന്തു ഭംഗിയായിട്ടല്ലേ അഖിൽ സത്യൻ നറേറ്റ് ചെയ്തത്. അതായത് നമുക്ക് ലിറ്ററലി സ്പൂൺ ഫീഡിങ് ആണ്. പക്ഷെ ടുവേർഡ്സ് ദ എൻഡിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ സത്യത്തിൽ നമുക്ക് ഹാർട്ട് ബ്രോക്കൺ ആയിപ്പോയി അല്ലേ, ഹൃദയം പൊട്ടുന്ന വേദന. നന്നായിട്ട് ഫീൽ ചെയ്യിക്കാൻ പറ്റിയ അഖിൽ സത്യനെ കൊണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു മോഡേൺ വേർഷൻ തന്നെയാണ് മകൻ എന്നുള്ളത് ഓരോ ഫ്രെയിമിലും. ആ ഒരു സിനിമ, ആ ഫ്രെയിമുകൾ, ആ സിനിമ എടുത്ത് വെച്ച എസ്തെറ്റിക്സിലുണ്ടല്ലോ കറക്റ്റ് എസൻസ് ഉണ്ടായിരുന്നു. അച്ഛന്റെ സിനിമയിൽ അങ്ങനെ തന്നെയാണല്ലോ, ഒരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ കൂടെ തന്നെ ആ ഒരു സങ്കട സാധനം കൂടി കുത്തിക്കയറ്റും. പക്ഷെ അത് നല്ല രസമായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് കയറും. പിന്നെ സത്യനന്ദിക്കാടിന്റെ മൂവിയാണ്, നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു സുഖമാണ്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചകളാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര സുഖമാണ്. ഹാപ്പിനെസിനുള്ളിലൊരു സങ്കടം, അത് അതെ. ജസ്റ്റിൻ പ്രഭാകർ കമ്പോസർ, സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ നായർ. ഒരു രക്ഷയില്ല സിനിമാറ്റോഗ്രാഫി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ പാലക്കാടിന്റെ ഷൊർണൂരിന്റെ ഒക്കെ ഒരു ഭംഗി കാണിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അഖിൽ സത്യൻ തന്നെ എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവും. റതിൻ രാധാകൃഷ്ണൻ എഡിറ്റർ. ഇതിലിപ്പോൾ എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിവിൻ പോളിനെ തന്നെയാണ് ആദ്യം പറഞ്ഞിട്ട് പോകാൻ, വേറെ വഴിയില്ല, അതെന്നെ പറയണം. കാരണം ആ ക്യാരക്ടർ ഞാൻ പറഞ്ഞേ, ഇയാൾ സ്ഥിരമായിട്ട് ഇയാളുടെ സിനിമ ക്യാരക്ടർ ലൈക്ക് ഇയാളുടെ ഹിറ്റ് സിനിമയുടെ ലൈൻ തന്നെയാണ്. ഒരു എന്താ പറയുക, എല്ലാവർക്കും നല്ല പരിചയമുള്ള, സക്സസ്ഫുള്ളൊന്നും ആവാത്ത പൊളിഞ്ഞ് നടക്കുന്ന ഒരുത്തൻ. അവന്റെ ലൈഫ് എന്താന്നുള്ളത് കാണിക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ അയാൾ ഫ്രഷ് ആയിട്ട് കാണിക്കുകയാണ് നമ്മളെ. എല്ലാ പടത്തിലുള്ള സീൻ എല്ലാ ഏകദേശം തോന്നാത്ത രീതിയിൽ ഫ്രഷ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ആ ഡ്രസ്സിങ്ങും ആ താടി, ആ മാനറിസ് അടക്കം പഴയ കുറെ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനായിട്ട് സാമ്യമുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഈ കഥയിനകത്തിരുന്ന അയാൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും തോന്നില്ല. അപ്പൊ പുറത്തിറങ്ങി ചിന്തിപ്പിക്കണോ, അങ്ങനെയല്ലേ, ഇതല്ലേ തോന്നുന്നത്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പല സിനിമ തോന്നും. പക്ഷെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സിനിമയിൽ മാത്രം തന്നെ. അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണ്. അജു വർഗീസും
നിവിൻ പോളിന്റെ ഒരു കോംബോ ദാസൻ വിജയം പോലെ. മലയാളികൾക്ക് ദാസൻ വിജയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒരു കോംബോ ആ സിനിമയിൽ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ ബോർ തന്നെയായിരുന്നു. അതെ, അത് ആ ദാസൻ വിജയൻ കോംബോ പോലെയാണ് അജു വർഗീസ് നിവിൻ പോളി കോംബോ മലയാളികൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ആ ടൈമിൽ കൃത്യമായ അളവിൽ അത് തന്നു പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു രസം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരുന്നുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് പോകണല്ലോ, നമുക്ക് ഓവർ ആക്കിയിട്ട് സിനിമ മൊത്തം വെച്ച് ചടപ്പിക്കുന്നില്ല. അതിനിടയിൽ ഒന്ന് അൽത്താഫ് വരും, അങ്ങനെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്. അയ്യന്റെ മോനെ അൽഫോൺസ് പുത്രന്റെ ഒരു രക്ഷയിൽ അൽഫോൺസ് പുത്രന്റെ ഐറ്റം. ഞാനേ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചത് അവിടെ. ഞാൻ ഇയാളെ ബൈപ്പോളറാണോ എടാ നീ ബ്രില്യന്റ് മാൻ. ആ ഒരു രക്ഷയുണ്ടായിരുന്നു. അതായത് ആ ക്യാരക്ടറിന്റെ ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു ഇപ്പത്തെ അവസ്ഥ വെച്ചിട്ട് കണക്ട്. പക്ഷെ ആ ശ്രദ്ധിച്ചോളാം ലൂപ്പ്, ഇവരൊക്കെ ഒരേ ബെൽറ്റ് ആണല്ലോ. അപ്പൊ ആ ബെൽറ്റ് വിനീത് ശ്രീനിവാസന്റെ പാട്ട് തുടക്കത്തില്, പിന്നെ അതിനകത്ത് നിവിൻ പോളി, അജു വർഗീസ്, ഇത് ഭയങ്കര അല്ലെ, അൽഫോൺസ് പുത്രൻ. പിന്നെ ആ പ്രേമം റെഫറൻസിലെ ഡയലോഗ്, അതൊക്കെ മൂപ്പര് എല്ലാ സിനിമയിലുള്ള സാധനമാണ്. പഴയ കുറെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. എന്റെ ബോഡി എന്റെ ഫിഗർ, ആ സാധനല്ലേ, കൈൻഡ് ഓഫ് സാധനം. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, എനിക്ക് ആകെ ഇതിലൊരു കുറവ് തോന്നിയേ, നമുക്ക് എപ്പോഴും നിവിൻ പോളി സിനിമകളിൽ ഇപ്പൊ ഇമ്രാൻ ഹാഷ്മി സിനിമ പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ ഉണ്ടാവും, നല്ല സോങ്സ് കിട്ടാറുണ്ട്. പക്ഷെ ഈ സിനിമയിൽ വെരി അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ എനിക്കിങ്ങനെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് പിന്നെ പ്ലേലിസ്റ്റിൽ ഇട്ട് വെക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ പാട്ടൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയില്ല. പാട്ടുകൾ ഗിറ്റാറിന് വരുന്ന സാധനങ്ങൾ നല്ല രസമുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ലടാ ഈ നിവിൻ പോളി സിനിമയ്ക്ക് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം പാട്ട്. നമുക്ക് ആ പാട്ടില്ലെങ്കിലും അത് ഒന്നും തോന്നും. എനിക്കെന്തോ ഒരു പാട്ടിന്റെ, കാരണം സ്ഥിരം നിവിൻ പോളി പാട്ടുകൾ നമ്മൾ സിനിമ പാട്ടുകൾ മിസ് ചെയ്യുന്ന പോലത്തെ ഒരു മിസ് ഈ സിനിമയെ തോന്നി. കാരണം ഉള്ള പാട്ടുകളാണെങ്കിലും അങ്ങനെ ഒരു ഇമ്പാക്ട്ഫുൾ അല്ലാത്തൊരു സാധനമുണ്ട്. പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ പടം ഇഷ്ടമായതുകൊണ്ട് കേട്ടിട്ട് ഇഷ്ടമുള്ള ചാൻസും കൂടുതലുണ്ട്. ആൻഡ് ബൈ ദ വേ നിവിൻ പോളിന്റെ ഒരു കംബാക്ക് ഞാൻ പറയാൻ കാരണം ഈ സിനിമ മാത്രമല്ല, OTT റിലീസ് ചെയ്ത ഫാർമയും ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു മേ ബി ഇത് എല്ലാ കാറ്റഗറി പെട്ട ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഫാമിലി ആണെങ്കിലും ഇപ്പോൾ സിംഗിൾസ് ആണെങ്കിലും. അതായത് ഈ അയാൾക്ക് വർഷങ്ങൾക്ക് ശേഷവും മലയാളി ഫ്രം ഇന്ത്യക്ക് കൊടുത്ത ഒരു തരം അടിയുണ്ട്. അതിന്നൊക്കെ ഇയാളുടെ ഒരു കംബാക്ക് എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഇതിന്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല ഫോർ നിവിൻ പോളി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡയറക്ടർക്കാണെങ്കിലും. സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ മലയാളികൾ കുറേ സിനിമ കണ്ടിട്ടുള്ള ഐറ്റങ്ങളാണ്. അത് കൺവിൻസ് ആക്കി നമുക്ക് എടുത്തു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ട്രോള് വരാനുള്ള ഐറ്റങ്ങളായിരുന്നു അത്. പണ്ട് ഞാൻ പെർഫോം ചെയ്താൽ മാത്രം, അത് ഒരാൾ പെർഫോം ചെയ്താൽ പോരാ, ആ എൻ്റയർ സിനിമയുടെ ഗ്രൂപ്പ് പെർഫോം ചെയ്താൽ മാത്രമേ ആ സെക്കൻഡ് ഹാഫ് എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഒരിക്കലും അരോചകമായിട്ട് തോന്നാതിരിക്കുള്ളൂ. ഇതിൽ ഞാൻ അതൊരു ബോണ്ടാണ്. ഈ നിവിൻ പോളിന്റെ ബോണ്ട് കാണിക്കാത്തൊരു ബോണ്ട് അല്ലേ, അവർ രണ്ടാളും ബോണ്ട് അച്ഛന്റെ ബോണ്ട് മാത്രമല്ല, ഈ നിവിൻ പോളിന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈവൻ ആ ഡോഗിന്, അതായത് ഒരു ആ നിവിൻ പോളിന്റെ ക്യാരക്ടറിന് സ്വന്തം വീടിനോടുള്ള ഒരു കണക്ഷൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അച്ഛനോടുള്ള ഒരു കണക്ഷൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അച്ഛനും ഡോഗും ബ്രദറും നിവിൻ പോളിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇമോഷൻസ്. ജനാർദ്ദന്റെ ക്യാരക്ടർ എക്സെപ്ഷണൽ. നമുക്ക് എന്താ അറിയോ, അയാൾക്ക് അവരോടൊക്കെ ഒരു എങ്ങനെയാണ് അവരോടുള്ള കണക്ഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ അവരെ വീട്ടിൽ കയറി ഇരുന്ന പോലത്തെ അവസ്ഥ, നമ്മളാണ് ശരിക്കും ഡിലുലു തോന്നും അല്ലേ. അതാണ് സത്യത്തിൽ എനിക്കത് തോന്നി, ഞാനത് ഡിലുലു ആണ്. ഞാൻ അവരെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ കയറി ഇരിക്കുക, എന്തപ്പോ ഉണ്ടാവുന്നത് ഇങ്ങനെ ആലോചിച്ചിട്ട്. എനിക്ക് ഈവൻ ഇവരുടെ അമ്മയുടെ ക്യാരക്ടർ കാണിക്കുന്നില്ല നിവിൻ അമ്മ, പക്ഷെ എനിക്ക് മിസ്സിങ് മാത്രമല്ല, ഞാൻ അങ്ങനെ ആലോചിക്കുക അമ്മ ക്യാരക്ടറിൽ ഇപ്പൊ ആരായിരിക്കും. അതേപോലെ സിനിമയിൽ ലാസ്റ്റ് ഒരു ക്യാരക്ടർ നമ്മൾ ഗസ് ചെയ്യും, നമ്മള് ഗസ് ചെയ്യും, അറ്റാച്ച്ഡ് ആയി പോകും. അങ്ങനെ പിന്നെ പ്രിയ വാര്യര് ആദ്യമായിട്ടൊരു സിനിമയിൽ ഇപ്പൊ അടുത്ത് വെറുപ്പിക്കാൻ തോന്നുന്നു. ഭയങ്കര രസമായി, രക്ഷയിട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഹാർട്ട് ടച്ചിങ് ആയ അല്ലേ, നമുക്ക് ടോട്ടലി ഒരു റോളർ. ഈ ക്രിസ്മസ് തൂക്കി നിവിൻ പോളി ടീം, അഖിൽ സത്യൻ ടീം തൂക്കി. കോമഡി ടൈമിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നിവിൻ പോളി ഈസ് നോൺ ഫോർ ദാറ്റ് അല്ലേ. ഡാൻസർ വിനീത് ഉണ്ട്, മേത്തിൽ ദേവിക, വിനീത്, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്ര എനിക്ക് തോന്നുന്നു എനിക്കിട്ടോ ഫോർ മീ ആ ക്യാരക്ടേഴ്സിന് അത്ര ഒരു അതായത് കൊറേ മുന്നേ കണ്ട ആളല്ലപ്പോ അല്ല, അത് കുറെ സിനിമ ഇപ്പൊ കഴിഞ്ഞ പടത്തിലോ അങ്ങനെ പടത്തിലോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫാമിലി ക്രൗഡിനെ എന്റർടൈൻ ചെയ്ത് പിടിച്ചു നിർത്താനും ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് എഫക്ട് കൊടുക്കാൻ ഈ പടത്തിനെ കൊണ്ട് സാധിക്കും. പഴയ ലാലേട്ടൻ ഫിലിമൊക്കെ പോലെ എല്ലാവർക്കും പോയി കാണാം. മിസ്സായി പോയാലോ ഒരു ഫീൽ.
അവസാനം ഒരു ഭയങ്കര കയ്യടി ഉണ്ടായിരുന്നു ഓഡിയൻസിന്റെ ഒക്കെ. നല്ല രസം. നിവിൻ പോളിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ റിസപ്ഷൻ ആർക്ക് കിട്ടിയറിയോ? അജു വർഗീസിനും സംവിധായകനും. അത് ഞാൻ ആലോചിച്ചു. നമ്മളെ നാട് അല്ലേ, നമ്മളെ ഓഡിയൻസ് പൾസ് മാറിയൊരു മാറ്റി ഭയങ്കരാണ്. നല്ല പടം. അതെ 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 അതുണ്ട്. അതെ. അപ്പൊ എന്തായാലും മക്കളെ തിയേറ്ററിൽ പോയി കണ്ടോ, ഒരു രക്ഷയില്ല. ഋഷഭേന്റെ വഴിക്ക് പോകാൻ നിൽക്കണ്ട, ദുരന്താണ്. ഇതിന് വേണമെങ്കിൽ കയറിക്കോ, മസ്റ്റായിട്ട് കയറിക്കോ, ഒരു രക്ഷയില്ല. ക്രിസ്മസിന് നിങ്ങൾക്ക് വേർത്തല്ലേ, ഇവൻ ന്യൂ ഇയർ വരെ ഇത് തൂക്കുന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന. എന്തായാലും പടത്തിന് പോയാൽ ഒരു നഷ്ടം വരില്ല. പിന്നെ ലോജിക്കും കോപ്പൊക്കെ ഈ പടത്തിൽ തപ്പിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. ആ വെച്ചിട്ടൊന്നും എന്ത് ചെയ്യരുത് പ്ലീസ്. പടം തുടങ്ങുമ്പോൾ നമ്മൾ ആ ലോജിക്കൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട്. അത് ആ ലോജിക്കിലേക്കൊന്നും പോവാതെ ഇരിക്കുക എന്നുള്ളതാണ് ഈ പടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ബുദ്ധിജീവിയായിട്ട് ഈ പടം കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറയുന്നു, മധുമാസം വിരിയണ എഫക്റ്റ് ഒക്കെ തോന്നും. അത് ചെയ്യരുത്. ഓക്കെ.